രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന ഭീഷണിയും രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിച്ചു കളയുന്നവർക്ക് 11 ലക്ഷം രൂപയുടെ സമ്മാനവുമൊക്കെ പ്രഖ്യാപിക്കുന്നത് കേട്ടിട്ടും മിണ്ടാതിരിക്കുകയാണ് സർക്കാർ. ഈ ലോകത്ത് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത BJPയുടെ ചെന്നായ്ക്കളെ ധൈര്യപൂർവ്വം നേരിടേണ്ട സമയമാണിത്. ഇവരെ സൂക്ഷിക്കുക തന്നെ വേണം. അവരുടെ ചരിത്രം തന്നെ ഭീകരമാണ്. മഹാത്മാവിനെ കൊലപ്പെടുത്തിയ അതേ ക്രൂരന്മാരാണ് RSS. ഇതേ ആളുകൾ തന്നെയാണ് എല്ലാ വർഷവും മഹാത്മാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെടിവെക്കുന്നത്. രാജ്യമാകെ വിദ്വേഷത്തിൻ്റെ തീ ആളിക്കത്തിക്കാൻ രാപ്പകൽ ഭേദമില്ലാതെ ശ്രമിക്കുന്നതും ഇതേ രാക്ഷസന്മാരാണ്. ഇത്തരം ആളുകൾക്ക് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൗന അനുവാദമുണ്ട് എന്നതാണ് ലജ്ജയില്ലാത്ത കാര്യം. RSSൻ്റെ വിദ്വേഷത്തിൻ്റെ അതേ സ്കൂളിൽ നിന്നാണ് നരേന്ദ്രമോദിയും പുറത്തു വന്നത്. ഓരോ നിമിഷവും ഈ ക്രിമിനലുകളുടെ സംഘം ഇരു സമുദായങ്ങളെയും പ്രകോപിപ്പിച്ച് അവർക്കിടയിൽ അക്രമവും കലാപവും ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അവർ സ്വയം രക്തം ചൊരിയുന്നതിൽ നിന്ന് പിന്മാറുകയില്ല. ഓർക്കണം, BJPയുടെ പിണിയാളുകൾ വെറുതെയല്ല രാഹുൽ ഗാന്ധിക്കെതിരെ കുരയ്ക്കുന്നത്. ഈ ഭീരുക്കൾ ഭയപ്പെടുകയാണ്. കാരണം രാഹുൽ ഗാന്ധി അവരുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടി. അവരുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ പാറ പോലെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി അവരുടെ രാഷ്ട്രീയ പദ്ധതികൾ തകർത്തു. ഒരു കാര്യം കൂടി ഓർക്കണം, നിങ്ങളെപ്പോലെയുള്ള പാറ്റകളെ രാഹുൽ ഗാന്ധി കാര്യമാക്കുന്നില്ല. സിംഹത്തെപ്പോലെയുള്ള ഹൃദയമാണ് അദ്ദേഹത്തിൻ്റേത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് ശ്രദ്ധയോടെ രാഹുൽ പറയുന്ന ആശയങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ ഭീഷണികളിൽ ഈ രാജ്യം നിശബ്ദത പാലിക്കില്ല, മിണ്ടാതിരിക്കില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകി കോൺഗ്രസ് നേതൃത്വം. BJP നേതാവ് തർവീന്ദർ സിംഗ്, ശിവസേന ഷിൻഡെ വിഭാഗം MLA സഞ്ജയ് ഗോയ്ക്വാദ്, റെയിൽവേ സഹമന്ത്രി രവനീത് ബിട്ടു, ഉത്തർപ്രദേശിലെ മന്ത്രി രഘുരാജ് സിംഗ് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ഡൽഹി തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. നേതാക്കൾക്കെതിരെയുള്ള ഭാരത് ന്യായ സംഹിതയുടെ 351, 352, 353, 61 വകുപ്പുകൾ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആവശ്യം. BJPയുടെയും സഖ്യകക്ഷി നേതാക്കളുടെയും ഭീഷണികൾ രാഹുൽ ഗാന്ധിയെ വധിക്കണമെന്നും ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നും ഉദ്ദേശിച്ചാണെന്ന് പരാതിയിൽ പറയുന്നു. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ തീവ്രവാദിയെന്ന് വിളിച്ച് NDA നേതാക്കൾ വ്യക്തിപരമായ വിദ്വേഷം പ്രകടിപ്പിക്കുകയാണ്. വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകളിലൂടെ കലാപവും സമാധാന ലംഘനവും മറ്റും ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സ്ത്രീകൾ, യുവാക്കൾ, ദലിതർ, മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ തുടങ്ങിയ സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ വിദ്വേഷം നിറഞ്ഞ അഭിപ്രായങ്ങൾ നടത്താൻ വ്യക്തികളെ നിയോഗിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. വീഡിയോ സഹിതമാണ് പരാതി നൽകിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ BJP നേതാക്കൾ ഉന്നയിക്കുന്ന പ്രസ്താവനകൾ ഇനി പറയുന്നതാണ്. BJP നേതാവ് തർവീന്ദർ സിംഗ് മറവെ പറഞ്ഞതിങ്ങനെ: നിങ്ങൾ നന്നായി പെരുമാറുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശിയുടെ അതേ വിധി നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സഞ്ജയ് ഗോയ്ക്വാദ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികമായി നൽകുമെന്നാണ്. നവനീത് ബിട്ടു പറഞ്ഞത് രാഹുൽ ഗാന്ധി രാജ്യത്തെ നമ്പർ 1 തീവ്രവാദിയാണെന്നാണ്. രഘുരാജ് സിംഗ് പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നമ്പർ 1 തീവ്രവാദിയെന്നും.